ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞാൻ കാറിലേക്ക് ഇരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എവിടെയോ പോവുകയാണ്. നമ്മൾ ഇന്ന് തമിഴ്നാട്ടിൽ കണ്ടതുപോലെ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഞാൻ ഇപ്പോഴാണ് ഇൻട്രോ എടുക്കുന്നത്. ഇപ്പോൾ എത്താറായി. നമ്മൾ ലുലു മോളിലെ ഷോപ്പിങ്ങിനാണ് ഈ പോകുന്നത്. അവിടെ ഇപ്പം നല്ല ഓഫേഴ്സൊക്കെ നടക്കുവാണല്ലോ. അപ്പം നിങ്ങൾ പോയിട്ട് നമ്മൾ ഇറങ്ങിയതും ഫുഡ് കഴിക്കാൻ പോകുന്നതൊക്കെ കണ്ടിട്ട് അപ്പോഴത്തേക്കും നമ്മൾ മോളിലേക്ക് എത്തും. അന്നേരം നമ്മുടെ ഇന്നതൊരു വ്ളോഗ് വന്നിട്ടൊരു ഷോപ്പിംഗ് പ്രഹസനമാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഷോപ്പിംഗ് വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചെറിയ മീനൊന്നും ഇല്ലയോ? ചെറിയ മീനൊക്കെ ഉണ്ടല്ലോ. ഉണ്ടോ? ചെറിയ മീനുണ്ട്. കൊഞ്ച് സത്യമായിട്ട് കള്ള പറയാം. നെത്തോലി പീര എല്ലാം ഉണ്ട്. നമുക്ക് എന്നാ ഇവിടെ കയറാം. ഞാൻ വണ്ടി വിളക്കട്ടെ. ഞങ്ങൾക്ക് നല്ല എനർജറ്റിക് ചേട്ടനെയൊക്കെ ഇട്ട് ഇപ്പൊ ഞങ്ങള് ഈ കടയിൽ അമ്മ വീട് ഫാമിലി റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. സോ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല വിശപ്പായിരുന്നു അല്ലേ? അത്യാവശ്യം നന്നായിട്ട് എവിടെ അത്യാവശ്യം നന്നായിട്ട് വിശന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളിത് പോയി ഫിഷ് മീൽസ് കഴിക്കട്ടെ. നമ്മള് റെസ്റ്റോറന്റിനുള്ളിൽ കയറി ഇപ്പൊ ഓർഡർ ചെയ്യട്ടെ. അത്യാവശ്യം തിരക്കുണ്ട്, കുറെ വെറൈറ്റീസ് കാണുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല വിശപ്പായിരുന്നു. ഇവിടെ നല്ല തിരക്കുണ്ട്. ഫുഡ് വരട്ടെ കാണിക്കാം. നമ്മുടെ ഫുഡും കറിയെല്ലാം വന്ന് ഗൈസ്. കുറേ കറീസ് ഉണ്ട്. മതി മതി മതി. ഫിഷ് മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ കുറേ വെജിറ്റബിൾ കറികൾ ഉണ്ടായിരുന്നു. നല്ല കേരമീൻ കറി ഉണ്ടായിരുന്നു. എക്സ്ട്രാ ആയിട്ട് നല്ല മീൻ പൊരിച്ചത്, കുഞ്ഞു മീനായ നമ്മുടെ നത്തോലിയും കൊഞ്ചു ഫ്രൈ ആയിരുന്നു പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻ ഫ്രൈ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ചിൽ നല്ല മീൻകറിയും മീൻ വറുത്തതും ചോറും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഴിമന്തിയും ബിരിയാണിയേക്കാളും ഒക്കെ ഞങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന എപ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, കൂടുതലും നമ്മൾ ഉച്ചനേരങ്ങളിൽ ഓപ്റ്റ് ചെയ്യുന്ന സാധനം നമ്മുടെ നാടൻ ഊണായിരിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. ഒരു മഴയുടെ വൈബായിരുന്നു മൊത്തത്തിൽ. അത്യാവശ്യം നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ലുലുലോട്ട് വന്ന് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ നോക്കി നമുക്ക് പിക്ക് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാമല്ലോ. ഈവനിങ് ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ട്. അപ്പം നമ്മളിങ്ങനെ ബ്ലോക്കിൽ പെട്ട് മെല്ലെയാണ് പോകുന്നത്. നമ്മൾ ഏകദേശം മോളുടെ അടുത്തെത്തി. സോ ഇപ്പോൾ ബ്ലോക്കിലാണ്. ഈ ബ്ലോക്ക് മാറിയിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ. കുറേ നേരിട്ട് തന്നെ വെയിറ്റ് ചെയ്യുവാണ്. ബ്ലോക്ക് എങ്ങനെയുണ്ടോ ബ്രഹ്മി? എൻജോയ് ചെയ്യുന്നുണ്ടോ? നല്ല വാവുമായിട്ടില്ലേ? കുറേ നേരമായിട്ട് ഞങ്ങളിങ്ങനെ ബ്ലോക്കിൽ പോസ്റ്റായിട്ട് കിടക്കുവാണ്. എനിക്ക് തോന്നി നല്ലൊരു ഓഫർ നടക്കുന്നുണ്ട് തന്നെ മുകളിലോട്ട് പോകുന്ന വണ്ടികളായിരിക്കും കൂടുതലും. അപ്പം ഞങ്ങളിങ്ങനെ ബ്ലോക്കിൽ പോസ്റ്റായി കിടക്കുന്നു ഗൈസ്. ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. സോ നമ്മൾ ഫൈനലി മുകളിലെത്തി. അത്യാവശ്യം തിരക്കുണ്ട്. കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയില്ല, ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കാം. എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് കാണാം. ഇവിടെ കണ്ട ആ ഒരു ഷോപ്പിങ്ങിന്റെ കൊടുത്തിട്ടുണ്ട് 50% ഓഫ്. തിരുവനന്തപുരത്തിന് ഷോപ്പിംഗ് തിര. അപ്പൊ ഞങ്ങള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഈ മോളിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാ. അത്യാവശ്യം തിരക്കുണ്ട്. എന്നാലും പ്രതീക്ഷ അത്ര തിരക്കില്ലല്ലോ. ഞങ്ങൾ വെച്ച് നല്ല റഷ് ആയിരിക്കുന്നു. അപ്പം അത്രയില്ല. ഞാൻ അങ്ങനെ മുകളിൽ കയറി. നമ്മൾ ആദ്യം പോകുന്ന ഹൈപ്പർ മാർക്കറ്റ് ഇല്ലയോ? അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഒരുപാട് തിരക്കാവുന്നതിന് മുമ്പ് ഞങ്ങൾ എന്തായാലും കയറട്ടെ. ഈ ഗ്രൗണ്ടിൽ നല്ല തിരക്കുണ്ട്. ഞാൻ ബാക്ക് ക്യാമ്പിൽ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പക്ഷെ പാർക്കിങ്ങിൽ അത്ര തിരക്കുണ്ട്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ പാർക്ക് ചെയ്തത്. അപ്പോൾ എന്തായാലും നോക്കാം. ഞാൻ കാണിച്ചു തരാം തിരക്ക് അറിയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് നോക്ക്, ഹൈപ്പർ മാർക്കറ്റിലെ തിരക്ക് കണ്ടോ? ഈ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ സെയിലായതുകൊണ്ട് എത്രയും തിരക്ക്. ഇപ്പോൾ ആകെ 4 days ആണ് 50% സെയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ നല്ല തിരക്കുണ്ട്. താഴെയാണ് ഹൈപ്പർ മാർക്കറ്റ്. അവിടുത്തെ തിരക്ക് നമ്മളിപ്പോൾ കണ്ടത്. കമോൺ, ഇന്ന് ഇടി കൊള്ളുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. എടുക്കാനുള്ള ഐറ്റംസ് വേഗം വേഗം എടുത്തിറങ്ങണം അല്ലേ? അല്ലെങ്കിൽ റഷ് ആവും. ഞങ്ങൾ എന്തായാലും ഇനി ഉള്ളിൽ കയറിയിട്ട് കാണാം. ഹൈപ്പർ മാർക്കറ്റിലാണ് തിരക്ക് ഇത്രയും കണ്ടോ? നമ്മളെന്തായാലും ഉള്ളിൽ കയറട്ടെ. തിരക്കിൻ്റെ ഒരു കാഠിന്യം മനസ്സിലാവണമെങ്കിൽ ട്രോളി ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ ട്രോളി തപ്പി വെളിയിൽ ഇറങ്ങി. എന്നിട്ട് ഇനി ഉള്ളിൽ കയറാൻ പറ്റും. സോ കമോൺ ഗൈസ്, നമുക്ക് ട്രോളി നോക്കാം ആദ്യമേ, എന്നിട്ട് ഷോപ്പ് ചെയ്യാം.
ഈവനിങ് ടൈം ആയില്ല, അപ്പം തന്നെ ഇത്രയും തിരക്കുണ്ട്. ബില്ലിങ്ങിലുള്ള തിരക്ക് കണ്ടോ? അപ്പോൾ ഇനി ഈവനിങ് ആകുമ്പോൾ നല്ല തിരക്കാവും. നമ്മളിവിടെ ട്രോളി ഇല്ലാതെ അജിൻ ട്രോളി തപ്പി പോയിട്ടുണ്ട്. വെളിയിൽ വെയിറ്റ് ചെയ്യാണ്. എന്ത് തോന്നുന്നു ഇന്നത്തെ ഷോപ്പിംഗ് പ്രൊസസ്സൻ എങ്ങനെ ഉണ്ടായിരിക്കും? സൂപ്പറായിട്ടുണ്ട്. ട്രോളി കിട്ടിയില്ലേ? കിട്ടിയില്ല. ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ അകത്ത് പോകും. ആണോ? പോയിട്ട് നിങ്ങൾക്ക് മറ്റേ ചെറിയ ഇത് കാണും. ആ, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ടിൽ വെറുതെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ട്രോളി കിട്ടി. അജിന് പക്ഷേ ട്രോളി നോക്കി എവിടെയോ പോയി. ഇനി അജിനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. അജിൻ വന്നിട്ടില്ലേ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇല്ല, അവൻ വേറെ ട്രോളിയായിട്ട് വന്നാലോ? ട്രോളിയായിട്ട് നടക്കുമ്പോഴൊരു പ്രശ്നം കണ്ടിതാ, ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കാൻ നല്ല പാടാണ്. കാരണം എല്ലാവരും ഇങ്ങനെ അയ്യോ കണ്ടില്ലേ, ഇതാണ് മെയിൻ പ്രശ്നം. ഇടിയോടിടി നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോ സെക്ഷൻ കണ്ട് കയറി ഇറങ്ങാണ്. ഏകദേശം ഇത്ര ഐറ്റംസ് എടുത്തു. ഞങ്ങളിങ്ങനെ ഈ സെക്ഷനിൽ വന്നപ്പോൾ ഒരു ക്യൂട്ട് ഐറ്റം കണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ, നോക്ക്. വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. കുറേ അങ്ങനത്തെ നമ്മളുടെ പൂജാ റൂമിലൊക്കെ വെക്കുന്നത് ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഓഫറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിലേ വരുമല്ലോ. ഞാൻ ഒന്ന് ഉദ്ദേശിച്ചത് ഞങ്ങൾ ആ ഒരു ഓഫർ ടൈമിൽ പോയപ്പോൾ നമ്മളുടെ ഒരു എക്സ്പീരിയൻസും നമ്മളുടെ ആ ഒരു ഷോപ്പിംഗ് ഡേ എങ്ങനെ വന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വ്ളോഗാണിത്. ഞങ്ങൾക്ക് 3 പേർക്കും കുറേ ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ സെക്ഷനിൽ നിന്ന് എടുത്തെടുത്ത് പോവുകയാണ്. അതിനിടയ്ക്ക് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിൽ തന്നെയാണെന്ന് പറയുന്നത്, എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ വേണ്ടെങ്കിലും കുറേ സാധനങ്ങൾ കാണുമ്പം എടുക്കാൻ തോന്നും, എന്തൊക്കെയാണെന്ന് നോക്കാൻ തോന്നും. അതൊരു തെറ്റല്ലല്ലോ. നിങ്ങൾക്ക് എൻ്റെ പല വീഡിയോസിലും കണ്ട് അറിയാമായിരിക്കും, എനിക്ക് ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹരമാണ്. എനിക്ക് വേണ്ടെങ്കിലും വേണമെങ്കിലും ഇപ്പോൾ വേറെ ആൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ 100% കൊടുത്ത് ചുമ്മാ ഇങ്ങനെ എല്ലാ സെക്ഷനിലും കയറി ഇറങ്ങും. അതിപ്പം അങ്ങനെയാണ്. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ അധികം വരാത്തൊരു ഏരിയയാണ് ഈ പാത്രങ്ങളുടെ സെക്ഷൻ. അപ്പോൾ അഭിരാമി എന്നെ കളിയാക്കുകയാണ്, നിനക്ക് എന്തിനാണ് ഈ പാത്രങ്ങളൊക്കെ എന്ന്. കാര്യമായിട്ട് പാത്രം വാങ്ങിക്കാനുള്ളൊരു അറിവൊന്നും എനിക്കില്ല. എന്നാലും അവിടെ എന്തൊക്കെയോ വലിയ ഓഫർ നടക്കുന്നപ്പം അവിടെ നിന്ന് ചേച്ചി എനിക്ക് ആ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ പോയിട്ട് എല്ലാം ഇങ്ങനെ കേട്ട് മനസ്സിലാക്കുകയാണ്. വലിയ കാര്യത്തിൽ ഈ കുക്കർ ഞാൻ തുറന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, എനിക്കിത് അടയ്ക്കാൻ പറ്റുന്നില്ല. ഞാനതിങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ നോക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത്, പക്ഷേ അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, നിനക്ക് അടയ്ക്കാൻ അറിയാവോ എന്നുള്ളത്. അപ്പോഴത്തേക്ക് അവൾ വീഡിയോ കട്ട് ചെയ്ത്. പിന്നെ നമ്മൾ ആ സെക്ഷനിൽ നിന്നൊക്കെ വന്നിട്ട് ഈ ടേസ്റ്റ് നിബിൾസിൻ്റെ കുറേ ഫുഡ് ഐറ്റംസ്, കുക്ക്ഡ് ഫുഡിൻ്റെ കുറേ ഒരു കലവറ തന്നെ അവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എന്ത് രസമല്ല ഇതൊക്കെ. നമുക്ക് ദൂരെയൊക്കെ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമുക്കിപ്പോൾ കുക്ക് ചെയ്യാൻ ഒരു ബോറാട്ടൊക്കെ ആണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി. സോ സിമ്പിൾ. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. എന്തെങ്കിലും ട്രൈ ചെയ്യണം അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ദാഹവും കാര്യങ്ങളൊക്കെ തോന്നിയിട്ട് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ആ ഒരു ലാസ്റ്റ് എൻഡ് സെക്ഷനിലോട്ട് വന്ന് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ആ ഒരു ഏരിയയിൽ നമ്മുടെ ആ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ എൻഡ്. അപ്പോൾ അവിടെ ഇങ്ങനെ ജസ്റ്റ് വന്നപ്പോൾ ഇനി കുടിക്കാനുള്ള വെള്ളം തപ്പിക്കൊണ്ടിരിക്കുകയാണ് അജിൻ. ക്ഷീണിച്ചില്ലയോ? ആ ജ്യൂസിൻ്റെ സെക്ഷൻ എത്രയും തപ്പേണ്ട വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരക്കുള്ളതായതുകൊണ്ടും എല്ലാവരും ഈ നടന്ന് ക്ഷീണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ജ്യൂസും കാര്യങ്ങളുമാണല്ലോ. അപ്പം ഈ ഫ്രഷ് ജ്യൂസ് എല്ലാം കഴിഞ്ഞായിരുന്നു. പിന്നെ കുറച്ച് ഷേക്ക്, ഇങ്ങനെ വാട്ടർ മെലോൺ, അതുപോലെ തന്നെ ബ്ലൂബെറി, അങ്ങനെ കുറേ ഷേക്കിൻ്റെ സെക്ഷനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ എടുത്ത ഷേക്ക് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ബട്ടർ സ്കോച്ച് ഫീലുള്ളൊരു ഷേക്കായിരുന്നു. അജി പിന്നെ നേരെ പോയത് ഈ സ്വീറ്റ്സിൻ്റെ ബക്ലാവ എന്നൊരു സ്വീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് വെറൈറ്റീസ് നല്ല ഓഫറിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് 1-2 എണ്ണമൊക്കെ എടുത്ത് അപ്പോൾ ഞങ്ങളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കാൻ വേണ്ടി എല്ലാം ഓപ്പൺ ചെയ്ത് കുഴപ്പമില്ലായിരുന്നു. ഞാനും അഭിരാമി ഒരു സ്വീറ്റ് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല. ഇഷ്ടമാണ്, പക്ഷേ ഒരുപാട് ഞങ്ങളങ്ങനെ സ്വീറ്റ് ലവേഴ്സ് അല്ല. ഞങ്ങൾക്ക് കൂടുതൽ എരി, പുളി അങ്ങനത്തുള്ള ഐറ്റംസൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അജിനൊരു സ്വീറ്റ് ലവറാണ്. അപ്പോൾ അജിന് അങ്ങനെ കുറേ അങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ നല്ല ക്രേവിങ് ആണ്. അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, വലിയ വൈബില്ലായിരുന്നു. അത് കഴിഞ്ഞ് കട്ട് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ വന്നിട്ട് നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു, പച്ചവെള്ളത്തിന് രുചിയായിരുന്നു. പണ്ടൊക്കെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, ശരിക്കും അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് ചിക്കൻ ചീസ് ബോൾ, നല്ല വിശപ്പായതുകൊണ്ട് തന്നെ കുറേ കുഞ്ഞു ഐറ്റംസ് ഞങ്ങളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് നല്ല ടേസ്റ്റ് ഉണ്ട്, അതെനിക്കിഷ്ടമായി. നമ്മളങ്ങനെ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടിപ്പം ബില്ല് ചെയ്യാൻ വന്നതാണ്. ക്യൂ ഒന്ന് കാണിച്ചു. അതെ ഞാൻ കാണിച്ചു തരാം. വളരെ മനോഹരമായ ഒരു ക്യൂവിലാണ് നിൽക്കുന്നത്. ആ ക്യൂ ഏകദേശം ഞങ്ങളുടെ ബാക്കിൽ ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെയൊക്കെ സ്റ്റോളാണ്. കോമഡി ആയിട്ടുണ്ടല്ലേ. ഞാൻ ക്യൂ കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ ബാക്ക് കാണിച്ചാൽ മനസ്സിലാവും, ഈ എൻഡിൻ്റെ അറ്റത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം ബില്ല് ചെയ്യുന്ന സൈഡ് വേണ്ട അവിടാണ്. സോ വി ആർ ട്രാപ്ഡ്.
കുറേ നേരം എടുക്കും. ആയിരിക്കാം 7 മണിയായിട്ടൊരു 8:30 ആകുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് ബില്ല് ചെയ്യാൻ പറ്റിയ ഭാഗ്യം. അതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്. സാധാരണ ഷോപ്പ് ചെയ്യുമ്പോൾ നമ്മളങ്ങനെ ടയേർഡ് ആവാറില്ല. ഭയങ്കര ഹരമാണ് ഷോപ്പിംഗ്. പക്ഷേ ഇന്ന് കുറച്ച് ടയേർഡാണ്. ഇന്ന് ഇത്രയും തിരക്കുണ്ടായിട്ടായിരിക്കും. ഭയങ്കര ഒരു ആൾക്കാരൊക്കെ ഇടിച്ചിടിച്ച് നിൽക്കുകയാണ്. പക്ഷെ കാര്യമായിട്ട് അങ്ങനെ വലിയ ഓഫറൊന്നും ഞാൻ കണ്ടതുമില്ല. ഇതെല്ലാം ഉണ്ടായിരുന്നു. 1 രൂപയുടെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. 125 രൂപയുടെ സാധനത്തിൽ 124 രൂപ, 1 രൂപയുടെ ഓഫർ അങ്ങനെയുള്ള കൂടുതലും. പിന്നെ 50% ഒക്കെ ചിലതിലുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എടുത്തു. ഇങ്ങനെ ഞങ്ങൾ ക്യൂവിൽ പെട്ട് നിൽക്കുകയാണ്. അജിൻ വേറെ എവിടെയെങ്കിലും ക്യൂ കുറവുണ്ടോ നോക്കാൻ വേണ്ടി പോയേക്കുക. അജിൻ്റെ ബുദ്ധിപരമായ ഇടലുകൾ മൂലം കിട്ടി ഞങ്ങൾ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. 4ാമത്തെ പ്രശ്നം അതെ. അപ്പം നമുക്ക് 8 മണിക്ക് മുമ്പ് കഴിയും. അങ്ങനെ നമ്മൾ ഫൈനലി ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി. അവർ പറഞ്ഞ് ബില്ല് ചെയ്തവർ മാത്രം ഇവിടെ നിന്നാൽ മതി. നല്ല തിരക്കുണ്ട്. സീൻ തിരക്കില്ല. നമ്മൾ വന്നപ്പോൾ തീരെ തിരക്കില്ലായിരുന്നു. വീക്കെൻഡ് അല്ലേ? ഇന്ന് വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പം എന്തായാലും ബില്ല് ചെയ്യാൻ അജിൽ നിന്നപ്പോൾ നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി ഫാഷൻ സ്റ്റോറിൽ കയറണം. ആദ്യം നിന്നിട്ട് നിന്നായിരുന്നെങ്കിൽ ശരിക്കും 8 മണി നല്ല ബാക്കിലായിരുന്നു. ബില്ലിങ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അജിന് എന്നെ ഇതെല്ലാം ഒന്ന് എടുത്തു വെക്കാൻ വേണ്ടി വിളിച്ചു. അപ്പം അത്യാവശ്യം കുറേ ഐറ്റംസ് ഉണ്ടായതുകൊണ്ട് അതെല്ലാം എടുത്ത് ട്രോളിലോട്ട് വെച്ചു. നിങ്ങൾക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്ത് തിരക്കായിരുന്നു ആ ബില്ലിങ് സൈഡൊക്കെ. ഞങ്ങൾ വാങ്ങിയ ഐറ്റംസിൻ്റെ നീണ്ട ലിസ്റ്റാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ബില്ല് തന്നെയാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് എല്ലാ ഐറ്റംസായിട്ട് ഇനി കാറിൽ വെക്കാൻ വേണ്ടിയിട്ട് പോകണം. നല്ല ദാഹമായിരുന്നു ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ കൂടുതലും തിരക്കുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര ദാഹിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും വലിയ തിരക്ക് കാണുന്നില്ല. മൊത്തം ആൾക്കാർ ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാ സാധനങ്ങളായിട്ട് ട്രോളിയൊക്കെ ആയിട്ട് ലിഫ്റ്റിൽ കയറി ഇനി പാർക്കിങ്ങിലോട്ട് പോവുകയാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ സാധനങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ കാർ പാർക്കിങ്ങിൻ്റെ അടുത്തെത്തി. അത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ പാനിപ്പൂരിയുടെ ആ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ലുലു മോളിൽ വന്നിട്ട് പാനിപ്പൂരി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിൻ്റെ കൂടെ ടീനമോളും സ്റ്റെഫിയൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ആ ഒരു ടേസ്റ്റിൻ്റെ ഓർമ്മയിലാണ് വീണ്ടും വാങ്ങിയത്. ഇതും അതുപോലെ തന്നെ ഉഗ്രനായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും അടിപൊളിയായിട്ട് അവിടെ നിന്ന് ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ട്രൈ ചെയ്യുമായിരുന്നു പാനിപ്പൂരി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു നല്ല മധുരവും എരിവും ഒക്കെ ഉള്ളൊരു ലിക്വിഡുണ്ട്. അതൊരു അപാര രുചിയാണ്. അതാണ് കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നൊരു സാധനം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അന്ന് കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അടിപൊളിയായിരുന്നു. പക്ഷെ അതേ ടേസ്റ്റ് തന്നെ. ഇവിടുത്തെ പാനിപ്പൂരി ഒരു മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് സ്വാദാണ്. അപ്പം അതെല്ലാം കാറിൽ കൊണ്ടുവച്ച ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ട് കയറുകയാണ് ഇനി അടുത്ത ഷോപ്പിലും കാര്യങ്ങളും പോകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഫാഷൻ സ്റ്റോറിലോട്ടാണ്. ലുലു ഫാഷൻ സ്റ്റോറിൽ അവിടെ സെയിലിൻ്റെ തിരക്ക് ശരിക്കും അറിയണമെങ്കിൽ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലും ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിലുമൊക്കെ കയറണം. വെളിയിൽ നോക്കുമ്പോൾ വലിയ തിരക്ക് തോന്നത്തില്ല. എല്ലാവരും ഇതിനുള്ളിലാണ്. അപ്പം കുറേ ഡ്രസ്സസിനും കാര്യങ്ങളും നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ പോയി ഡ്രസ്സൊക്കെ ആദ്യം തന്നെ ഫ്രണ്ടിൽ കുറേ ഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അത്യാവശ്യം നല്ല പ്രൈസിനാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. 50%ഓളം ഓഫർ ഉണ്ടായിരുന്നു എല്ലാ ക്രോപ്പ് ടോപ്പ് കൊണ്ടുള്ള ഡ്രസ്സിനകത്തും. ഞങ്ങൾ കുറേ ടോപ്പുകൾ അങ്ങനെ റാൻഡംലി പിക്ക് ചെയ്തതിന് പോയി ട്രയൽ ചെയ്തിട്ട് കൺഫേം ചെയ്യാമല്ലോ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവിടുന്ന് ജസ്റ്റ് ആ ഒരു സൈഡിൽ നിന്ന് മാറിയിട്ട് ഉള്ളോട്ട് പോയി. നല്ല കുർത്ത സെറ്റ് അങ്ങനെ കുറേ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല ഓഫറിനുണ്ടായിരുന്നു. എല്ലാത്തിനും ഏകദേശം 50% ഓഫ് സെയിലായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമ്മൾ എടുത്തു. ട്രയൽ ചെയ്തിട്ട് വേണ്ടതെല്ലാം പിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ ഫേവറേറ്റ് സെക്ഷനിൽ പോയി ബെഡ്ഷീറ്റുകൾ എനിക്ക് എന്നൊരു വികാരമാണ്. നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരിക്കും. ഞാൻ എപ്പോൾ പോയാലും ബെഡ്ഷീറ്റുകൾ ഇങ്ങനെ വാങ്ങിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബെഡ്ഷീറ്റ് വാങ്ങിക്കാൻ. അപ്പോൾ കുറേ ഇഷ്ടപ്പെട്ട സാധനം സെലക്ട് ചെയ്തിട്ട് എടുത്തു. അത് കഴിഞ്ഞ് ഈ ഒരു നമ്മളുടെ മെബിലിൻ്റെ സ്റ്റോറിലോട്ടാണ് വന്നത്. അഭിരാമിക്ക് നല്ലൊരു ലിപ്സ്റ്റിക്ക് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മെബിലിൻ്റെ ആകുമ്പോൾ അത്യാവശ്യം ലിപ്സ്റ്റിക്കുകളെല്ലാം ലോങ് ലാസ്റ്റിംഗ് ആണ്, അടിപൊളിയാണ്. ഇതിന് മുമ്പ് വേറെ അതിൻ്റെ പല എഡിഷൻസ് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു എഡിഷനായിരുന്നു. അതിൽ നിന്നൊരു കളർ പിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടു. ഞാനും എടുത്തു ആ സെയിം കളർ തന്നെ. ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ ഷെയ്ഡ്സൊക്കെ വാങ്ങാമല്ലോ. അടിപൊളിയായിട്ടുണ്ട് ആ ഒരു എഡിഷൻ വന്നിട്ട്. പിന്നെ ബില്ല് ചെയ്യാൻ നിന്നു. അങ്ങനെ ഫാഷൻ സ്റ്റോറിൽ നിന്ന് എല്ലാം ബില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ഷോപ്പ് ചെയ്തൊരു പരുവായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിലോട്ട് ഫുഡൊക്കെ എടുത്തിട്ട് പോയി.
ഇപ്പൊ സമയം എന്തായാലും ഐഡിയ ഉണ്ടോ? 1:18. ഇപ്പോൾ പഞ്ചറട്ടി ഇടയ്ക്ക് ഞങ്ങളെ വണ്ടിക്ക് ഒരു പണി കിട്ടി. ഞങ്ങൾ പാർക്കിങ്ങിൽ പഞ്ചറായ വണ്ടി എടുത്തിട്ടാണ് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ ഇപ്പോൾ കാറിന്റെ ടയറൊക്കെ മാറ്റി ഞങ്ങൾ ഇനി പോവാൻ. അപ്പോൾ ഞങ്ങൾ ഒന്നേകാലായതേ ഉള്ളൂ. ഞങ്ങൾ ഇപ്പോഴാണ് രാത്രിയിലെ ഡിന്നർ കഴിക്കുന്നത്. സോ പ്ലേറ്റ്സ് ഒക്കെ എടുക്കട്ടെ, കഴിക്കട്ടെ. ബിരിയാണിയാണ് എടുത്തേക്കുന്നത്, ഞാൻ കാണിക്കാൻ തന്നു. ഇത് ബീഫ് ഫ്രൈ, അതുപോലെ തന്നെ ബിരിയാണി ജ്യൂസ് അതിനെടുത്ത്. പക്ഷേങ്കിൽ അത് ഹൈദരാബാദി ബിരിയാണിയാണോ? ഇത് ഹൈദരാബാദി ബിരിയാണി. ജ്യൂസ് അതിനെടുത്ത്, പക്ഷെ നോ ആഡഡ് ഷുഗർ ആയിരുന്നു. അതൊരു സാഡാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ലേറ്റ് നൈറ്റ് ഐസ്ക്രീം കഴിക്കാൻ ക്രേവിങ്സ് വന്നു. അപ്പോൾ 2 ചോക്ലേറ്റ് ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ട്. ഓർഡർ ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കിട്ടും. അതെ, വെയിറ്റിംഗ്. ഞങ്ങളൊരു ഭയങ്കര ഡൈഹാർട്ട് ഐസ്ക്രീം ഫാൻസാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് തലവേദന വന്നപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിക്കും. സോ ഐസ്ക്രീം വെയിറ്റ് ചെയ്യാണ്. ആ ബില്ല് കാണിച്ചു. അപ്പം വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ മാറ്റി. അതെന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഞങ്ങള് പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് നേരത്തെ നമ്മള് ഇടയ്ക്ക് വെച്ചിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് വെക്കാൻ വന്നപ്പോഴാണ് കാണുന്നത്. അതിന് അയ്യോ, അപ്പം കുഴപ്പമില്ല. എന്തായാലും ഇപ്പൊ എല്ലാ ഷോപ്പിംഗ് കഴിഞ്ഞ് ലാസ്റ്റ് മാറാന്ന് അന്നേരം വിചാരിച്ച്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. എല്ലാ ഷോപ്പിംഗ് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് 2:30 ഞങ്ങളെ കൊണ്ട് അത്രയും പറ്റുള്ളൂ. പക്ഷെ ഇപ്പം ലുലുമോളി 4 ദിവസത്തേക്ക് 3 മണി വരെ ഉണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. 3 മണിക്ക് അടയ്ക്കുന്നോണ്ട് ഞങ്ങള് 2:30 അതുകൊണ്ടൊന്നുമല്ല, ഞങ്ങൾ 2 മണിയായപ്പോഴേ ഷോപ്പിംഗ് ഒക്കെ തീർന്നു. ആ ഒരു ടയർ മാറുന്ന പ്രോസസ്സേ ഉള്ളായിരുന്നു. എന്നാലും നമ്മളുടെ ഷോപ്പിംഗ് പരമ്പര, അഥവാ ഷോപ്പിംഗ് പ്രഹസനം ഇവിടെ അവസാനിക്കാൻ പോകും. കാരണം എൻ്റെ ഫോണിലെ ചാർജിങ് പെർസെൻറ്റേജ് 2%. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അതാണ്. അപ്പം വീണ്ടും ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.